കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മറ്റ് ISL ക്ലബ്ബുകളിൽ നിന്നൊക്കെ ട്രാൻസ്ഫറിന്റെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് TG പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തേക്ക് വിട്ട കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ഞാനും ഇതൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഫോളോ ചെയ്യാനോ കണ്ടന്റായിട്ട് ചെയ്യാനോ ഉള്ള ഒരു മാനസിക നിലവാരം ഇല്ലായിരുന്നു. ഞാനൊരു ഇമോഷണലി വീക്ക് ഓടായിരുന്ന സിറ്റുവേഷനിലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു എന്താണ് ചില പരിചയക്കുറവുകൾ മൂലം ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തും ഇപ്പം എല്ലാം ഫേസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് വന്നാൽ അപ്പം ഇനിയെങ്കിലും കാര്യങ്ങൾ ചെയ്യണം പ്രോപ്പറായിട്ട് എന്ന ആഗ്രഹമുണ്ട്. ഫൈറ്റ് ചെയ്യണം. ഞാനിപ്പോഴും വന്നിങ്ങനെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ബോറാണെന്ന് എനിക്കറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഉൾപ്പെടെ ഇന്ത്യൻ സൂപ്പർ ലീഗുകളിൽ നിന്ന് ഒരുപാട് താരങ്ങൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലോൺ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യയിലെ മറ്റ് ക്ലബ്ബുകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോലെ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും റൈറ്റ് ബാക്ക് ആയിട്ടുള്ള അമീർ റൺവാഡെ കൊണ്ടുവരുന്നുണ്ട്. റൺവാഡെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരും എന്നുള്ളത് സത്യമാണ്. ഇപ്പം അമീർ റൺവാഡെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിലേക്ക് വിട്ടു എന്ന് പറയുമ്പം അത് അമീർ റൺവാഡയ്ക്ക് ഗുണകരമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾ കോസ്റ്റ് കട്ട് ചെയ്യൂ, സാലറി കുറയ്ക്കും, വാങ്ങിയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയും. ഇവരുടെ ഈ കോൺട്രാക്റ്റഡ് സാലറി മുന്നിൽ കണ്ടുകൊണ്ട് ഈ താരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഒരു ഫിനാൻഷ്യൽ ബേസ് കിട്ടാതെ വരുമ്പം അവർ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് താരങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്ത സാലറി ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുന്നില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ വയ്യെങ്കിൽ ആ പൈസ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് മോഹൻ ബഗാൻ മുന്നോട്ട് വന്നത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അമീർ റൺവാഡയ്ക്ക് കരാർ പ്രകാരം ഒരു സീസണിലേക്ക് നൽകേണ്ട ശമ്പളം ഞങ്ങൾ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അമീർ റൺവാഡെ കൊണ്ടുപോകുമ്പോൾ അവര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിഡ് ടീമുമായിട്ട് മത്സരത്തിന് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് വീണ്ടും വീക്ക് ആവുകയാണ് എന്നുള്ളതാണ് സത്യം. ഇത്രയേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് വീക്ക് ആവുന്നു, മോഹൻ ബഗാൻ സ്ട്രോങ് ആവുന്നു. അതിന് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സൂപ്പർ താരമായ അമീർ റൺവാഡെ കൂടി മോഹൻ ബഗാനിലേക്ക് പോകുന്നു. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു നിരാശപ്പെടുത്തുന്ന തീരുമാനം. പ്രസന്റേഷനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സെറ്റാക്കണം.